അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും അടിച്ചു പൊളിച്ചിട്ടുണ്ട് നാട്ടിൽ വന്ന്. ആക്ച്വലി ഞാനന്ന് കഴിഞ്ഞ വ്ളോഗിൽ പെരുന്നാളിൻ്റെ ഈദ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പുറത്ത് പോകാൻ വേണ്ടി വിചാരിച്ചു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പോകാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, ടയേർഡായിപ്പോയി, ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് ഒരിടത്തും പോയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ദിവസമാണ് പെരുന്നാളിൻ്റെ ലുലുവിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കുട്ടി എവിടെ? കുട്ടി എവിടെ? പാവപ്പെട്ട ആളാണ്, അറിയാലേ. എപ്പോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഊബർ പിടിച്ചാണ് ഇന്ന് ലുലുവിലോട്ട് പോകുന്നത്. ഞാനുണ്ട്, താത്തയുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, പിന്നെ ഹസ്ബൻഡും ഉമ്മായും വാപ്പായും പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഊബറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഊബറൊക്കെ വന്ന് ലുലുവിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് വാപ്പ ഒരു പഴം എടുക്കാൻ പറഞ്ഞപ്പം ഒരു കൊലപ്പഴവുമായിട്ടാണ് വന്നത്. ഒരു കൊലപ്പഴമൊന്നുമല്ല, ആക്ച്വലി ഒരു ചെറിയ കവറിൽ 4-5 പഴവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയിലിരുന്ന് ഹീറു ബേബിക്ക് മാത്രം ബനാനയൊക്കെ കൊടുത്തു. എംബ്രോ ആണെങ്കിൽ കാറി കയറിയപ്പോൾ തന്നെ കണ്ണിങ്ങനെ അടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെ ഉറക്കമൊക്കെ കുറഞ്ഞു, സ്ഥലമൊക്കെ മാറിയില്ലേ, അപ്പോൾ പിന്നെ ഉറങ്ങാൻ നല്ല മടിയായിരിക്കും. പുതിയ സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കളിക്കാനൊക്കെ കൂടുതൽ അതാണ് അവനിഷ്ടം. അപ്പോൾ നമ്മളിതാ ലുലുവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലുവിൽ വന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകണമായിരുന്നു, പക്ഷേ വന്നിട്ട് നമ്മൾ പോയില്ല. അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് പോകണമെന്ന് തോന്നിയില്ല. ഞാൻ പറഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ ലുലുവിൽ വന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, പിള്ളേരൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഫണ്ട്യൂറിയിലൊക്കെ കുറേ നേരം കളിക്കാമല്ലോ, അങ്ങനെ. ഷോപ്പിങ്ങിനാ വന്നത് ഇത്. ഞാനെപ്പോൾ വന്നാലും ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഒരു മാളാണ് ലുലു മോൾ എന്ന് പറയുന്നത്. ട്രാവൻകൂർ മാളിലും പോവും, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ട്രാവൻകൂർ മാളിനെക്കാട്ടിയും കൂടുതൽ ലുലു മാളിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം വാപ്പയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഷോപ്പിംഗ് കാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ട്രോളി എടുത്ത് നമ്മൾ ഖത്തറിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏത് മാളിൽ നമ്മൾ ഇപ്പോൾ ലുലുവിലാണെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്ന ഗ്രോസറി ഷോപ്പിങ്ങിനാണെങ്കിലും പോകുന്ന സമയം തന്നെ എൻ്റെ വ്ളോഗ് കണ്ടാൽ അറിയാം, ആദ്യമേ നമ്മൾ പുറത്തുനിന്നേ ഒരു ട്രോളി എടുത്ത് വെക്കും. അത് വാപ്പ ഉള്ളതുകൊണ്ടാണ്, ഞാനല്ലെങ്കിൽ എടുക്കാറൊന്നുമില്ല. വാപ്പ എടുത്തങ്ങ് വെക്കും, അതിൽ ഇവനെ ഇരുത്തും. കാരണം അവന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. താഴെ വിട്ടാൽ ഇപ്പോൾ ഫുൾ അലുമ്പാണ്, ഓടലാണ് എൻ്റെ പണി. എമ്മറൂനെ ഇറക്കി എടുക്കാനും പറ്റൂലല്ലോ ഫോട്ടോയ്ക്ക്, അവൻ നിൽക്കുമോ. ഉടുപ്പ് പൊങ്ങിയിരിക്കണം മുത്തു, എമ്മറൂൻ്റെ ഷർട്ട് പൊങ്ങിയിരിക്കണം. അവൻ ഓടുന്ന ആളാണ്, അവനെ ഇറക്കി വിട്ടാൽ തീർന്ന്. മുത്തു തന്നോ എമ്രോ. ഇനി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്, ഫോട്ടോ സെഷനാണ്. അപ്പോൾ ആദ്യം താത്ത ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെതും എൻ്റെ കാക്കാടതും താത്തയുടെയും ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ 3 പേരും ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാമെന്നാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്ത് ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള വീഡിയോ ക്ലിപ്പ് തന്നെ എടുക്കുന്നത് ഉമ്മയാണ്, വേറെ ആരും ഇല്ലാത്തതാണ്. ഉമ്മക്ക് ഫോട്ടോ ഇങ്ങനെ ഫോൺ പിടിക്കാനൊന്നും അറിഞ്ഞൂടാ, അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് ആദ്യമൊക്കെ വിരലൊക്കെ ക്യാമറയിൽ പറഞ്ഞു, അതൊക്കെ മാറ്റിച്ച് എങ്ങനെയൊക്കെയോ എടുത്ത്. അതുകൊണ്ട് എനിക്കിപ്പോൾ വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഉമ്മ വേറെ ലെവലാണ്. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ കുട്ടി പഠിച്ച് വരുന്നുണ്ട്. ഇതന്നെ 2-3 തവണ ആയിട്ടുണ്ട് വാപ്പായും മോനും കൂടി എസ്കലേറ്ററിൽ പോകുന്നു. എസ്കലേറ്റർ കണ്ട അപ്പോൾ ഓടും എമ്മുറ. എസ്കലേറ്ററാണ് അവൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അവന് ചുമ്മാ താഴോട്ട് കൊണ്ടുപോകണം, മുകളിലോട്ട് കൊണ്ടുപോകണം, ഇത് തന്നെയാണ് പണി.
അപ്പോൾ എമ്മറ് പോകുന്നത് കണ്ടിട്ട് ബാക്കി 2 കുട്ടി പട്ടാളത്തിനും കൂടെ കൊതി വന്നിട്ടുണ്ട്. പിന്നെ താത്ത അവരെയും കൂടെ കൊണ്ടുപോയി എസ്കലേറ്ററിൽ താഴോട്ട് കൊണ്ടുപോയി മുകളിലോട്ട് കൊണ്ടുവന്ന് കളിപ്പിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് വന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. ഇവിടെ മറ്റേ കോഫി കപ്പിലെ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അവിടെ ചായ നമ്മൾ ഇതിന് മുന്നേയൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഷേക്ക് കുടിച്ചിട്ടുണ്ട്, അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അതിന് മുന്നേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഇനി ചായ കുടിച്ചിട്ടാവാം പരിപാടികളൊക്കെ, കാരണം ഈവനിങ് ആയിട്ടുണ്ടല്ലോ, ചായ മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറി കോഫി കപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇതിന് മുന്നേയൊക്കെ വരുമ്പോഴേ ഇവിടെ വരുമ്പോൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റെപ്പ് വഴി കയറി ഇറങ്ങിയാണ് പോകാറുള്ളത്. ഇപ്പം പിന്നെ വന്ന് ശീലമായപ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിലായി. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്ന് 3 ചായയും 3 കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എമ്രൂന് അറിയാലോ എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്തുകൊണ്ടേ വരുള്ളൂ. അപ്പോൾ പിന്നെ അവന് ബനാന വാപ്പ എടുത്തത് കാരണം കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ഓൾറെഡി അവന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആവണമെങ്കിൽ ഡിന്നർ കൊടുക്കാനോ അല്ലെങ്കിൽ ഈവനിങ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഈവനിങ് ഒരു സ്നാക്ക് അവന് നിർബന്ധമാണ്. പിന്നെ താത്ത ഹീർമോന് ബനാന കൊടുക്കാൻ വേണ്ടി എടുക്കാൻ വാപ്പാടെ പറഞ്ഞിരുന്നു. അപ്പോൾ വാപ്പക്ക് ഒരു കവർ നിറച്ച് ബനാനയെ കൊണ്ടുവന്ന് എല്ലാവരെയും തീറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവന് ഒരു ബനാന കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവനെ ബനാനയെ കഴിപ്പിച്ചു. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 1/2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പെടായിരുന്നു, എന്താണെന്നറിയില്ല, നല്ല ലേറ്റായി. അതിൽ വരും. ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് വേണം മെയിൻ പരിപാടിയുണ്ട് ബൗളിങ്. നമ്മൾ ഖത്തറിൽ അവിടെ കളിക്കാറാണ്. അപ്പോൾ ഇവിടെ താത്തായും എൻ്റെ കാക്കയൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ വരട്ടെ. വെയിറ്റ് ചെയ്ത് ഇരുന്ന് എങ്ങനെയൊക്കെയോ ചായ എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചായ കൊണ്ടുവന്നപ്പം ചായയും കോഫി ഉണ്ടായിരുന്നു. രണ്ടും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതിൽ ചായ ഏതാ കോഫി ഏതാ ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം മണപ്പിച്ചൊക്കെ നോക്കിയാണ് നമ്മൾ മാറ്റിയെടുത്തത്. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചേ. അപ്പോൾ ഉമ്മായും വാപ്പായും റീക്കായും ചായ കുടിച്ചു. ഞാനും എൻ്റെ താത്തായും എൻ്റെ ബ്രദറും കൂടെ കോഫിയാണ് കുടിച്ചത്. അപ്പം എനിക്കാണെങ്കിൽ കോഫിയിലാണെങ്കിൽ ഇങ്ങനെ പഞ്ചസാരയൊക്കെ കുറച്ചും കൂടെ എനിക്കെന്തോ ഒരു ഷുഗർ ഇട്ടാൽ അത് മധുരം എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 3 പാക്കറ്റെങ്കിലും പൊട്ടിച്ച് ഷുഗർ കലക്കിയാണ് കുടിച്ചത്. അത്ര പായസം പോലെയൊന്നും ആയില്ല. എനിക്ക് അങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. അത്യാവശ്യം മധുരം വേണം. മധുരം ഇല്ലാണ്ട് കോഫി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കോഫി കുടിക്കാറെന്നുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് മധുരമൊക്കെ ഇട്ടാണോ നിങ്ങളും കോഫി കുടിക്കാറുള്ളത്? അതോ ഇനി മധുരം ഇല്ലാതെ കുടിക്കുന്നതാണോ ഇഷ്ടം? അതോ മിനിമം മധുരമൊക്കെ ഇട്ട് അങ്ങനെയാണോ? ലെസ് ഷുഗർ, അതായത് മിനിമം അല്ല ലെസ് ഷുഗർ. അപ്പോൾ ഏതാണെന്നുള്ളത് കോമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നല്ല മധുരമൊക്കെ എനിക്കാണ് ഇട്ട് തരുന്നത് മധുരം. ഞാനാണെങ്കിൽ മധുരം ഇട്ടപ്പോൾ ഇനി ഇടുന്നും പറഞ്ഞ് എനിക്കൊരു 2 കവറും കൂടെ ഇട്ടതാണെന്നും പറഞ്ഞ് താത്തയാണ് മധുരമൊക്കെ ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് കലക്കിയൊക്കെ തന്നത്. അങ്ങനെ ഞാൻ കോഫിയൊക്കെ കുടിച്ചു. ഞാൻ എടുക്കണം. ഉമ്മച്ചി ഇവിടെ നില്ലേ, എമ്മറൂന്റെ അവിടെ. ഉമ്മച്ചി ഈ സൈഡ് നില്ലേ, എമ്മറൂന്റെ അവിടെ. പെട്ടെന്ന് പോയിട്ട് ഇടിക്കല്ലേ എന്നെ ചായ ഇടിക്കല്ലേ. ഡ്രൈവർ ഇതാണ്. ഇതെന്റെ കൈ ഷെയ്ക്കുട്ട പ്രോ അങ്ങനെയാണ്. ഇത് പ്രോയാണ്. പ്രോ എങ്ങനെയാണ് 2 കയ്യിൽ 2 സ്റ്റിയറിങ്. പ്രോ അങ്ങനെയാണ് 2 കയ്യില് 2 സ്റ്റിയറിങ്. ആംബുലൻസ് ഡ്രൈവർ സുന്ദരനാണല്ലോ. ആംബുലൻസ് ഡ്രൈവർ ക്യൂട്ട് ആംബുലൻസ് ഡ്രൈവർ ആണല്ലോ. അതൊക്കെ പൊങ്ങി ബാക്കിലോട്ടാകുമ്പോ
ബൗളിംഗ് കളിക്കാൻ പോണേ. എമ്പറും ഇവിടെ എന്തോന്നേ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം കുട്ടിപ്പട്ടാളങ്ങളെ കളിപ്പിച്ചു ഫണ്ടിയൂറിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ബൗളിംഗ് കളിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അവർ പറയുന്നത് സോക്സ് ഉണ്ടോന്ന്. ആക്ച്വലി ഞാനിന്ന് ചെരുപ്പ് ഷൂ ഇട്ടിട്ട് ഞാൻ സോക്സ് വേണോ എന്ന് ആലോചിച്ച് സോക്സ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇടാതെ വന്ന ആളാണ്. ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നത് സോക്സ് ഉണ്ടോന്ന്. അപ്പോൾ റീക്കയുടെ അടുത്തും എൻ്റെ ബ്രദറിൻ്റെ അടുത്തും സോക്സ് ഉണ്ടായിരുന്നു. ഞാനും താത്താൻ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ 2 മേടിച്ചു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവരവിടെ സ്ലിപ്പറിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ സാധാരണ ബൗളിംഗ് കളിക്കുമ്പോൾ നമ്മൾ ഏത് ഷൂ ആണ് ഇട്ടിരിക്കുന്നത് സോക്സ് ഒന്നും കാണൂല കേട്ടോ. അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയി കളിക്കാറുള്ളത് അവിടെ അബ്രോഡൊക്കെ, ഖത്തറിൽ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്തോ സ്ലിപ്പറി ആണെന്നും പറഞ്ഞ് സോക്സും ഇതൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ റൂൾ ഇങ്ങനെയാണല്ലോ, നമ്മൾ മേടിച്ചു. റൂള് തെറ്റിക്കേണ്ട. 2 സോക്സൊക്കെ മേടിച്ചിട്ടുണ്ടോ. പിന്നെ ഷൂ മേടിച്ചു. 4 പേർക്കും ഷൂ തന്നിട്ടുണ്ടായിരുന്നു. ഷൂ ഒക്കെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. സ്ട്രൈറ്റ് അപ്പോൾ അത് കേട്ടാൽ വന്നില്ല ഇടല്ലേ. മതി ഇടല്ലേ. ജാറ് വന്ന് കളി. റെഡി. ഫ്രണ്ടിൽ പോയിട്ടാ മതി. ഫുള്ളും തകർക്കണ്ടേ. ഞാൻ മനല്ലേ താത്തായും ബ്രദറും ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. കണ്ടില്ലേ നിങ്ങളിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യത്തെ റീലിൽ തന്നെ അതെല്ലാം പൊട്ടിപ്പോയി. അവസാനം അയാൾ വന്നത് പൊട്ടിപ്പോയിട്ടുണ്ട്. എറിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ ലേഡീസിന് കളിക്കുന്ന വെയ്റ്റ്ലെസ് ബോളില്ല, അതെടുത്താണ് എറിഞ്ഞത്. അപ്പോൾ കൈ ഇങ്ങനെ വിരൽ അതിലോട്ട് സ്റ്റക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ലേഡീസിൻ്റെയാണ്, അതുകൊണ്ടാണ്. മറ്റേ വലിയ ഹോളാണ് മെന്നിൻ്റെ ആ ഒരു ബോളിലുള്ളത്, ബൗളിംഗ് ബോളിൽ. അപ്പോൾ അതെടുത്ത് കളിക്കാൻ പറഞ്ഞത് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പുറത്തുണ്ടായിരുന്ന അവരുടെ കളിയും നഷ്ടമായേ നമ്മൾ കാരണം. അങ്ങനെ പിന്നെ മാറ്റിയിട്ട് മനസ്സിലായല്ലോ. അങ്ങനെ പിന്നെ മെന്നിൻ്റെ ഇതെടുത്താണ് കളിച്ചത്. ഞാൻ പിന്നെ വെയിറ്റുള്ള ബോൾ എടുക്കാറില്ല. നമ്മൾ ലേഡീസിൻ്റെ വെയ്റ്റ്ലെസ് ബോൾ എടുത്ത് ഞാൻ കളിക്കാറുള്ളൂ. അതാണ് ഞാൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് വേറെ ഒന്നല്ല, ഇപ്പോൾ ഈദ് ആക്ച്വലി ഈദ് കഴിഞ്ഞ അടുത്ത ദിവസമാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഈദിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നേ. ഞാൻ ഇതുവരെയും സത്യം പറഞ്ഞാൽ ഈ കാർഡ് എടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കളിക്കാനും വരുന്നത്. നമ്മൾ പിള്ളേരെ കൊണ്ടുവന്നാലും എൻ്റെ താത്തയുടെ കയ്യിൽ കാർഡൊക്കെ ഉണ്ട്. ഞാനങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കളിക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ 2000 രൂപയാണ് പേ ചെയ്തത്. അതിന് 4000 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വർത്തായിട്ട് തോന്നി. അപ്പോൾ ഈ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ലുലുവിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം മുതലാക്കുക. നിങ്ങള് പതുക്കെ അറിയ. സെന്റർ എല്ലാം പോയി. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 300 എന്നാണേ പറഞ്ഞത്. അപ്പം നമ്മൾ 3 പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. പിന്നെ ചോദിച്ചിട്ട് ഒരാളെയും കൂടെ അവരകത്ത് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ 4 പേരാണ് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനും താത്തായും റീക്കായും എൻ്റെ ബ്രദറും കൂടെയാണ് വന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ആക്ച്വലി റീക്ക ഫസ്റ്റ് നിന്ന് നമ്മളൊരു മത്സരം പോലെ കോമ്പറ്റീഷൻ വെച്ചിരിക്കുകയായിരുന്നു, ആര് ജയിക്കുന്നുള്ളത് നോക്കാൻ വേണ്ടി. റീക്കായിരുന്നു ഫസ്റ്റ് പോയിൻ്റ് അതിൽ നിന്ന്. പിന്നെ രണ്ടാമത് ഞാനായിരുന്നു. പിന്നെ ഞാൻ പോയി വാപ്പ വന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. വാപ്പ വന്നപ്പോഴേ വാപ്പ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അല്ലെങ്കിൽ പിന്നെ പിള്ളേരെല്ലാവരും കൂടെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. താത്തനെ കണ്ടില്ലേ കളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. ഹീറോ ആണെങ്കിൽ ബഹളമായിരുന്നു. എന്നാൽ കരഞ്ഞൊക്കെ ചെയ്ത് പിന്നെ അവൻ ഉറക്കം വന്നിട്ട് ഉറങ്ങിയപ്പം പിന്നെ അവനെയും വെച്ചിട്ടാണ് എറിഞ്ഞത്. പിന്നെ അവിടെ നമ്മൾ സോഫ ഉള്ളത് കാരണം അതിൽ കിടത്തി. അപ്പോൾ പിന്നെ ഞാൻ വാപ്പായി കേട്ടിട്ട് ഞാൻ പിന്നെ പിള്ളേരുടെ അടുത്ത് പോയി. എമ്മറും അവിടെ ഉണ്ടായിരുന്നു, അലുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം വാപ്പ കളിക്കട്ടെ എന്ന്. അവസാനം കളിച്ച് തീർന്നപ്പോഴത്തേക്കും ജയിച്ചതാരെന്ന് ചോദിച്ചപ്പം റീക്ക തന്നെ ജയിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സെക്കൻഡ് നിന്ന് ഞാൻ തേർഡായിപ്പോയി. താത്ത എനിക്ക് വളരെ സിമ്പിളായിട്ടാണ് എറിയുന്നത്, കണ്ടില്ലേ. താത്ത സെക്കൻഡ് വരെയും ചെയ്തു, ഞാൻ തേർഡ്. പിന്നെ എൻ്റെ ബ്രദർ ഫോർത്തായിപ്പോയി. പിന്നെ
പിന്നെ നമ്മൾ ബൗളിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ അൽബൈക്കിൽ വന്നു. നമ്മളെപ്പോൾ ഇവിടെ വന്നാൽ അൽബൈക്കിലോട്ട് ഓടും. കാരണം ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇവിടുത്തെ റീക്കാക്ക് ഇഷ്ടമാണ്. റീക്ക അങ്ങനെ എല്ലാ ബ്രോസ്റ്റഡ് ചിക്കനൊന്നും കഴിക്കാറില്ല. KFC ഒന്നും അത്ര താല്പര്യമില്ലാത്ത ആളാണ്. മെക്ഡി ഇഷ്ടമാണ്. ഇപ്പോൾ അതുപോലെ ഇവിടുത്തെ അൽബൈക്കിൽ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. വരുമ്പോൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് താത്ത ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹാർബോണെങ്കിൽ ഇവിടെ ഷൂ ഒക്കെ വെച്ചിരുന്ന് കളിക്കുന്നുണ്ടെങ്കിലും അവന് ഉറക്കം വന്നിട്ട് പോയി. അവസാനം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ ടേബിൾ നല്ല ഇഷ്ടപ്പെട്ടെ, നല്ല രസമുണ്ട്, ഭംഗിയുള്ള ടേബിൾ. അങ്ങനെ നമ്മൾ ഹീറോൺ കണ്ടില്ലേ, അടിച്ച് ഫിറ്റായി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എംബ്രൂന് കുറച്ച് മേടിച്ചതിൽ നിന്ന് താത്ത ഓൾറെഡി മേടിച്ച് വെച്ചല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ കൊടുത്ത് നോക്കി. അപ്പോഴത്തേക്കും നല്ല ജ്യൂസിയും പിന്നെ സ്പൈസി ആയിരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഫ്രഞ്ച് ഫ്രൈസിനെ കുറച്ച് കൊടുത്തു. പിന്നെ അവൻ അതിന് മുന്നേ തന്നെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറും കൂടെ കൊടുത്തുകൊണ്ട് കുറച്ചിങ്ങനെ പേരിഞ്ഞ് കൊടുത്തു എന്നേ ഉള്ളൂ. അവൻ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ അവന് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനത്തിൽ കഴിക്കാൻ വേണ്ടി പിന്നെ ഉമ്മയുടെ കൊടുത്തപ്പം ഉമ്മ കൊണ്ടുപോയപ്പോൾ തന്നെ ആൾ ഉറങ്ങി. പിന്നെ ഉമ്മായും അവനായിട്ട് ഒരു ചെയറിൽ ഉമ്മ അവനെയും വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ നമ്മളത് കഴിച്ചതിന് ശേഷം അവർ ഉറങ്ങിയല്ലോ. പിന്നെ ഹാറബ് ഉറക്കം എഴുന്നേറ്റു. അവനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അവൻ ഉറക്കം വന്നത് കാരണം ചിക്കനൊന്നും വേണ്ട. അവനങ്ങനെയാണ്, ചിക്കനൊന്നും വേണ്ട. ഉറക്കമൊക്കെ വന്നാൽ പിന്നെ ഉറങ്ങിയാൽ മതി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും താല്പര്യം ഉള്ള ആളല്ല. ചോറും മീൻ കറിയൊക്കെയാണ് ഇഷ്ടം. പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഉറക്കഴിഞ്ഞിട്ടപ്പോൾ വസന്ത ഭവനിൽ ഇവർ കോഫി കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കോഫി വേണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എനിക്ക് വേണ്ടാന്ന്. റീക്കായും താത്തായും കൂടെയാണ് പോയത്. അപ്പോൾ ഇവനെയും കൂടെ കൊണ്ടുപോയി. ദോശ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദോശ മേടിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ അവിടെ പോയ ഗ്യാപ്പിൽ ഞങ്ങളിവിടെ വന്നു. മുത്തുവിന് ഇവിടുത്തെ കാർ ഓടിക്കണമെന്ന് പറഞ്ഞു. മറ്റേ ഒരു കാറുണ്ടല്ലോ, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്ന. അപ്പോൾ അതെനിക്ക് അവിടെ പോയപ്പോഴത്തേക്കും ഇവൻ കുഞ്ഞായത് കാരണം അത്ര സേഫായിട്ട് തോന്നിയില്ല. നല്ലപോലെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കലും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവന് വിഷമമായി. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവൻ്റെ സമാധാനത്തിന് വേണ്ടി ആ ഒരു ചെറിയ കിഡ്സിൻ്റെ ജെയിൻ വീലിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഹാറബ് അവിടെ ഇരുന്ന് ഐസ്ക്രീം കുടിക്കണം. അപ്പോൾ ഹാറബ് ഐസ്ക്രീം കുടിക്കുന്ന കണ്ടുകൊണ്ട് മുത്തുവിനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വേണമെന്ന് പറഞ്ഞു. എനിക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ താത്ത മേടിച്ചെന്നേ ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു കോമൻറ്റും കൂടെ ഇട്ടേക്ക്. എങ്ങനെയാണ് എൻ്റെ വ്ളോഗ് ഇഷ്ടമാണോ, കാണാറുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റൊക്കെ അറിയിക്കാം. ബൈ ബൈ പറ. See you next vlog പറ.